നമ്മുടെ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു വീടില്ലാത്ത ആളുകളുടെ പ്രശ്നമായിരുന്നു. ആ വീടില്ലാത്ത ആളുകളുടെ പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഘട്ടം വരെ കഴിഞ്ഞു, പൂർണ്ണമായിട്ടും ആയിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ഘട്ടം വരെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള വിശ്വാസമാണുള്ളത്. ഏകദേശം 1750 വീടുകൾ ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് ലൈഫ് ഭവനത്തിൻ്റെ ഭാഗമായി 2016 ശേഷം 10 വർഷത്തിനിടയ്ക്ക് 5 ലക്ഷം വീടുകളുടെ പണി പൂർത്തീകരിച്ച് ഈ ഫെബ്രുവരി മാസത്തോടുകൂടി 6,20,000 വീടാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 1750 വീടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 14ാമത് പഞ്ചവത്സര പദ്ധതിയുടെ അവസാന കൊല്ലമാണ് ഈ കൊല്ലം. 15ാമത് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്തവണത്തെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം പദ്ധതിയിൽ മാറ്റിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മുൻഗണനാ പട്ടികയിലുള്ളത്. അപ്പോൾ അത് പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇനിയും ബാക്കിയുള്ള പ്രശ്നം സ്ഥലവും വീടുമില്ലാത്ത ആൾക്കാരുടെ പ്രശ്നമാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം 2.5 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള സ്പോൺസർമാർ, അതിലൊരു സ്പോൺസർ നമ്മുടെ സേവ്യർ മണ്ടുംപാലയാണ്. അത്താണി കൗൺസിലറായിരുന്ന സേവ്യർ മണ്ടുംപാല, അദ്ദേഹത്തിൻ്റെ പൊന്നും വില ഏകദേശം 1 കോടി രൂപ വില വരുന്ന 30 സെൻറ്റ് സ്ഥലം നമ്മുടെ കോക്കനട്ട് കോംപ്ലക്സിൻ്റെ അപ്പുറത്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അമ്മാട്ടിക്കുന്നത്ത് സ്ഥലം ഈ 8-ാം തീയതി രജിസ്ട്രേഷൻ കഴിഞ്ഞു ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആര്യമ്പാടത്ത് നമുക്ക് സ്ഥലം ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 2.5 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലം നമുക്ക് വീട് സമുച്ചയം പണിതുകൊണ്ട് ഈ സ്ഥലവും വീടുമില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടൊരു പദ്ധതിയാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത്. ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.